ഈ വീഡിയോ ഒക്കെയാണ് ജനാധിപത്യ വിശ്വാസികള്, അതായത് നല്ല മനുഷ്യരൊക്കെ ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു വീഡിയോ ആണിത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ കുറച്ചൊരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഖമറുദ്ദീനിക്കാന്റെ ഒരു കിഡിലം പ്രതികരണം ഞാനിവിടെ ഒന്ന് കാണിപ്പിക്കട്ടോ. അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയാണ്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാലോ, പാലക്കാടിലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ ചില ആളുകള് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് നടത്തിയത് ഇപ്പൊ മൊത്തം ചർച്ചയായ ഒരു വിഷയമാണ്. ഇപ്പോ ആ ഒരു ആളുടെ മരണപ്പെട്ട ആളുടെ വീട്ടുകാരെ, ആ കുടുംബം 25 ലക്ഷം നഷ്ടപരിഹാരം കിട്ടണം, അല്ലാതെ ഏറ്റെടുക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള ന്യൂസുകള് നമ്മളെല്ലാവരും ന്യൂസ് ചാനലിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തില് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഇത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കരുത്. ഇതിലെ പ്രതികളുണ്ടല്ലോ, ഓരോ പ്രതികളിൽ നിന്നും, കാരണം ഒരു മനുഷ്യന്റെ ജീവന്റെ വില 25 ലക്ഷം ഒന്നുമല്ല, അത് എത്ര കൊടുത്താലും മതിയാവില്ല. ആ ഒരു വീട്ടുകാർക്ക് അതിന്റെ ആ ഒരു സങ്കടം അറിയുള്ളൂ. അപ്പോ ഈ പറയുന്ന പ്രതികള്, അതിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ, ഏതൊക്കെ മതത്തിലുള്ള ആളുകളുണ്ടോ, ആരും ആയിക്കോട്ടെ, അവരൊക്കെ ഇതിൽ പ്രതി ചേർത്ത് അവരുടെ സ്വത്തുവകകളൊക്കെ കണ്ടുകെട്ടിയിട്ട് ഇവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ, ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല. ഇന്ത്യയുടെ പല ഭാഗത്തും ഇതേപോലെ പല വിഷയത്തിന് ബീഫിന്റെ പേരിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും ഇത് തന്നെ ആവണം എന്നുള്ളതാണ്. ആരാണോ പ്രതികൾ, അവിടെ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കരുത്. അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിട്ട് ഈ പറയുന്ന ആളുടെ കുടുംബത്തിന് കൊടുക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ പറയും, ഇവിടുത്തെ പ്രതികൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലായതുകൊണ്ടല്ലേ? ഒരിക്കലുമല്ല. ഇപ്പൊ നമ്മുടെ മധു എന്ന് പറയുന്ന സഹോദരനുണ്ടല്ലോ, ആ സഹോദരന്റെ വിഷയത്തിലും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. അതിലെ പ്രതികൾ ആരാണോ, അവർ ഏത് മതവിഭാഗക്കാരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിട്ട് ആ പാവം ആ ഒരു സഹോദരനെ, മധു എന്ന് പറയുന്ന സഹോദരന്റെ കുടുംബത്തിന് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. അതിലെനിക്കൊരു തർക്കവും. അല്ലാതെ ഇവിടെ ഇന്ന ആളെ നോക്കിയിട്ട് പ്രതികരിക്കണം, ഇന്ന ആളെ നോക്കിയിട്ട് ഇത്, ആ ഒരു ഇതിന് ഞാനില്ല. മധു എന്ന് പറയുന്ന സഹോദരന്റെ വിഷയത്തിലും എന്റെ നിലപാട് ഇത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഖമറുദ്ദീനിക്കാന്റെ ആ ഒരു ഇതിവിടെ കേൾപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുക. കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്, തീർച്ചയായിട്ടും അതൊന്ന് രേഖപ്പെടുത്തുക. പ്രിയമുള്ളവരെ നമസ്കാരം, ഞാൻ ഖമറുദ്ദീനാണ്, ചെന്നൈയിൽ നിന്ന്. അതായത് കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് വെച്ച് ഛത്തീസ്ഗഡിലെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായ 31 വയസ്സുകാരനായ രാംനാരായൺ എന്ന് പറയുന്ന ഒരു പാവത്തിനെ ബംഗ്ലാദേശിയാണ് എന്ന പേരിൽ തല്ലിക്കൊന്നല്ലോ. അത് മൊത്തം ചർച്ചയായി. ഇന്ത്യ രാജ്യം ഒന്നടങ്കം ചർച്ചയായി. ഇപ്പോ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞു. ബോഡി ഞങ്ങൾ ഏറ്റുവാങ്ങില്ല എന്നാണ് ഈ കൊല്ലപ്പെട്ട, ഈ മരണപ്പെട്ടു പോയ രാംനാരായണന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പാലക്കാട് എവിടെയാണ് ഈ സ്ഥലത്ത് വന്നിട്ട് പറയുന്നത്. ബോഡി ഏറ്റുവാങ്ങില്ലത്രേ, കുറഞ്ഞത് ഞങ്ങൾക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് വേണം എന്നാണ് അവർ പറയുന്നത്. ഒരു മനുഷ്യന്റെ വില 25 ലക്ഷം രൂപയേ ഉള്ളൂ. ഒരു മനുഷ്യനെ വിലമതിക്കാൻ പറ്റില്ല. അത്രത്തോളം വിലമതിക്കാത്ത ഒരു ഭയങ്കരമായ സംഭവമാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവൻ, ആ ജീവനെയാണ് നഷ്ടപ്പെടുത്തിയത്. 25 ലക്ഷം രൂപയോട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ ഒരു മനുഷ്യന്റെ പേരിൽ ആ വീട്ടുകാർക്ക് എത്ര കോടി കൊടുത്താലും തീരില്ല, ആ സങ്കടം തീരില്ല. അത്രത്തോളം ഉണ്ട് എന്നിരിക്കെ, കുറഞ്ഞത് ആ മരണപ്പെട്ടു പോയ രാംനാരായണന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക്, വീട്ടുകാർക്ക് കുറഞ്ഞത് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. തീർച്ചയായിട്ടും കൊടുക്കണം. ആ 1 കോടി രൂപ കേരളത്തിന്റെ പൊതുസമൂഹം കെട്ടുന്ന, നികുതി കെട്ടുന്ന പൈസയിൽ നിന്നും ഒരിക്കലും കൊടുക്കരുത്. പറയാനുള്ള കാരണമുണ്ട്. ഈ കൊല ചെയ്ത സ്വത്തുവകകൾ ജപ്തി ചെയ്യണം. ജപ്തി ചെയ്തിട്ട് ലേലം ചെയ്യണം, വിൽക്കണം. വിറ്റിട്ട് അതിലെ മാന്യമായ തുക, അതിൽ എത്ര കിട്ടുന്നോ ആ പൈസ കൊടുക്കണം. എന്നിട്ട് പോരെങ്കിൽ പൊതുജനങ്ങളുടെ പൈസ നികുതി പണത്തിൽ നിന്നും കൊടുത്ത് മാതൃകയാവുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ഇനി ഒരു കാലത്തും ഇതുപോലുള്ള ആൾക്കൂട്ട ആക്രമണം, കൊലപാതകം, ബംഗ്ലാദേശി എന്ന് പറഞ്ഞിട്ടുള്ള ആക്രമണം, ഇനി ഇറച്ചിന്റെ പേരിൽ, ഇനി മറ്റുള്ളതിന്റെ പേരിൽ എന്തൊക്കെ ആക്രമണങ്ങൾ കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഒരിക്കലും അറിയില്ലല്ലോ. അപ്പൊ ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് ഈ പലികളുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്ത് വിറ്റിട്ട് അതിൽ നിന്നും കുറഞ്ഞത് 1 കോടി രൂപയെങ്കിലും ഈ പറയുന്ന ഈ രാംനാരായൺ എന്ന് പറയുന്ന കൊല്ലപ്പെട്ടു പോയവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ 1 കോടി രൂപയെങ്കിലും കൊടുത്ത് കേരളത്തിനും രാജ്യത്തിനും മാതൃകയാവണം. അങ്ങനെ കേരളത്തിൽ ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അത് രാജ്യം ഏറ്റെടുക്കും. അന്താരാഷ്ട്ര സമൂഹം അത് ശ്രദ്ധിക്കപ്പെടും. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇങ്ങനെയൊരു വിധി, ഇങ്ങനെയൊരു വിഷയം ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ രാജ്യത്ത് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ പരമാവധി ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. ആ ഒരു വിഷയം ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ
അറിയിച്ചതാണ്. ഇത് എല്ലാവരും പരമാവധി എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കണം, ഷെയർ ചെയ്യണം. ഇനി ഒരു ആൾക്കൂട്ട കൊലപാതകങ്ങളും കേരളത്തിൽ ഇല്ലാതിരിക്കട്ടെ, ഒരു പാവങ്ങളും ആക്രമിക്കപ്പെടാതിരിക്കട്ടെ. കേരളത്തിൽ ഏത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്നാലും അവർ മനുഷ്യരാണ്, അവർ പാവങ്ങളാണ്. അവർ നമ്മുടെ കേരളത്തെ ഉദ്ദേശിച്ച് സമ്പാദിച്ചു കഴിഞ്ഞാൽ 10 രൂപ കിട്ടുമല്ലോ. നമ്മുടെ നാട്ടിലെ നമ്മുടെ വീടിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഭാരാബ്ദങ്ങൾ, കടങ്ങൾ നല്ലപോലെ വീട്ടാൻ സാധിക്കുമല്ലോ എന്ന ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പച്ചപ്പാവങ്ങൾ കേരളത്തിലേക്ക് വരുന്നത്. ഇതുപോലെയാണല്ലോ നമ്മളും പ്രവാസ ലോകങ്ങളിലേക്ക് പോകുന്നത്, അല്ലെ? ഞാൻ എന്റെ പരമാവധിയുള്ള കടങ്ങൾ വീട്ടിയത് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് പോയിട്ടാണ്. എനിക്ക് വഴിയില്ല, ഇവിടെ വഴിയില്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ അന്ന് പോയത്, അല്ലെ? അപ്പോ ഓരോ ആളുകൾ, നമ്മുടെ മലയാളികൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തെ ഗൾഫായി കണ്ടുകൊണ്ട് കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് നല്ലപോലെ അവിടെ കടം വീട്ടണം എന്ന സ്വപ്നത്തോടെ വരുമ്പോ ആ സ്വപ്നം എന്താ പറയാ, ആ സ്വപ്നത്തെ നശിപ്പിച്ചുകൊണ്ട് കള്ളനാണെന്നുള്ള അനാവശ്യമായി ചാപ്പകുത്തി അങ്ങനെയുള്ള മഹാപാവങ്ങളെ തല്ലിക്കൊല്ലുന്ന ഇങ്ങനെയുള്ള നിയമം, അതായത് ഒരിക്കൽ കൂടി പറയാണ്, ഇവിടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി അത് ജപ്തി ചെയ്ത് വിറ്റ് അതിൽ നിന്നും കിട്ടുന്ന പൈസ കുറഞ്ഞത് 1 കോടി രൂപ ഈ മരണപ്പെട്ടുപോയ കൊല്ലപ്പെട്ടുപോയ രാംനാരായണന്റെ വീട്ടുകാർക്ക് കൊടുക്കണം. എന്നിട്ടും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി പൈസ കേരളത്തിന്റെ സർക്കാർ ഖജനാവിൽ നിന്നും കൊടുത്ത് മാതൃകയാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും കേരളത്തിലും രാജ്യത്തിനകത്തും കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന പേരിൽ ഞാൻ പ്രതികരിച്ചതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.